മലയാള വാർത്താ ലോകത്തെ ജനപ്രിയ മുഖമായ റിപ്പോർട്ടർ 15ാം വാർഷികം ആഘോഷിക്കുകയാണ്. നീതിക്കായുള്ള പോരാട്ടം തുടരുന്ന റിപ്പോർട്ടർ ജനഹൃദയങ്ങളിലും റേറ്റിംഗ് ചാർട്ടുകളിലും ഒന്നാമനാണ്. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള റിപ്പോർട്ടറിന്റെ പോരാട്ടം തുടരുമെന്ന ഉറപ്പാണ് വാർഷിക ദിനത്തിൽ പ്രേക്ഷകർക്കായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. മലയാള മാധ്യമ ലോകത്തെ ജനകീയ വാർത്താ ചാനൽ റിപ്പോർട്ടർ 15ാം വാർഷികാഘോഷത്തിന്റെ നിറവിലാണ്. കോഫി വിത്ത് അരുണിൽ എഡിറ്റോറിയൽ ടീം അംഗങ്ങളും മാനേജ്മെന്റും ഒരുമിച്ചെത്തിയാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം റിപ്പോർട്ടർ തുടരുമെന്ന് പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകി ചെയർമാൻ റോജി അഗസ്റ്റിൻ. പ്രേക്ഷക പിന്തുണയിൽ പോരാട്ടം തുടരുമെന്ന് വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ. അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. നെഞ്ചിലേറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നത്. ഇനിയും ഈ പോരാട്ടങ്ങൾ തുടരും. വാർത്തയിൽ പക്ഷപാതം കാണിക്കാതെയാണ് റിപ്പോർട്ടറിന്റെ ജൈത്രയാത്രയെന്നായിരുന്നു മാനേജിംഗ് എഡിറ്റർ ആൻഡ്രൂ അഗസ്റ്റിന്റെ വാക്കുകൾ. വാർത്തയിൽ ഒരു പക്ഷപാതവും നടത്താതെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ചാനലായി മാറി എന്നുള്ളതാണ്. റിപ്പോർട്ടിന്റെ റീലോഞ്ചിന് മുൻപും ശേഷവും എന്ന തരത്തിൽ മാധ്യമ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നുണ്ട്. റിപ്പോർട്ടറിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വാർത്ത വായിച്ച ആളാണ് ഞാൻ. അപ്പോൾ 15ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതേ ഫ്ലോർ എന്ന് മാറിയിട്ടുണ്ട്. Credibility matters and we are here, I suppose, because we are credible also. മുഖം നോക്കാതെ ആർജവത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിവർന്നു നിന്ന് ഈ മൈക്കിങ്ങിന് നെഞ്ചോടെ ചേർത്ത് പിടിച്ചു പറയണം എന്ന് നമ്മളോടൊക്കെ പറഞ്ഞത് MV നികേഷ് കുമാറാണ്. വിവിധ ബ്യൂറോകളും വാർഷികാഘോഷത്തിൽ ഒത്തുചേർന്നു. എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന റിപ്പോർട്ടറിന് വാർഷികാഘോഷവും ജനകീയ വിഷയം ഏറ്റെടുത്തുള്ള ലൈവത്തോണിലൂടെയായിരുന്നു. മാധ്യമരംഗത്തെ മാറ്റിമറിച്ച വാർക്ക് റേറ്റിംഗിലും ജനമനസ്സിലും ഒന്നാമനായി റിപ്പോർട്ടർ തേരോട്ടം തുടരും. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.